അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക കാലം നമുക്ക് ഓർമ്മപ്പെടുത്തുകയും ആ പ്രത്യേക കാലത്തിൽ വരുന്ന ചില പ്രത്യേക ആളുകളുണ്ട്, അവരെ കാത്തു സൂക്ഷിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും അവരുടെ ഫിത്നയിൽ അകപ്പെടാതിരിക്കാൻ നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂൽ ആജ്ഞാപിക്കുകയും അവരുടെ ഈ വൈകേടിത്തരത്തിൽ നാം അകപ്പെട്ടു പോകരുത് എന്ന് നേരത്തെ മുന്നറിയിക്കുകയും ചെയ്യുകയും ചെയ്ത ഒരു ഹദീസാണ് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അന്ത്യദിനം ആഖിറുസ്സമാനിനോട് അടുത്ത്, ആഖിറുസ്സമാനിൽ ഖിയാമത്ത് നാൾ വരുന്നതിൻ്റെ മുമ്പുള്ള ടൈമുകളൊക്കെ അടയാളങ്ങളെ ഒക്കെ ഏകദേശമൊക്കെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആഖിറുസ്സമാനാണ്. അടയാളങ്ങൾ മുഴുവനായിട്ട് വെളിപ്പെടണം എന്നില്ല. പ്രധാനപ്പെട്ട അടയാളങ്ങൾ കൂടാതെ തന്നെ വേറെയും കുറേ അടയാളങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ടിട്ടും ഉണ്ട്. ഏതായാലും ഇത് ആഖിറുസ്സമാൻ ആണ്. ഈ ആഖിറുസ്സമാനിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഉണ്ടാകും ദജ്ജാലൂൻ, ദജ്ജാലീങ്ങളായ ആളുകളുണ്ടാവും. ആരാണ് ദജ്ജാലീങ്ങൾ എന്ന് പറയുന്നത്? സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് ജനങ്ങൾക്ക് സത്യമേത് അസത്യമേത് എന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ അവതരിപ്പിക്കുന്ന ആളുകൾക്ക് ദജ്ജാലികൾ എന്ന് പറയും. അപ്പോൾ വലിയ ദജ്ജാല് വരുന്നതിൻ്റെ മുമ്പ് കുറേ ദജ്ജാലികൾ വരാനിരിക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പാണ് അള്ളാഹുവിൻ്റെ റസൂല് നൽകിയത്. പക്ഷേ അത് നമ്മുടെ വർത്തമാനകാലത്ത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായി അറിയപ്പെടുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റിപ്പറയുക, വൈകുന്നേരം പറഞ്ഞത് രാവിലത്തേക്ക് മാറ്റിപ്പറയുക. ഇങ്ങനെയുള്ള കൂട്ടർ ഖദ്ദാബൂൻ, കാദിബൂന എന്നല്ല, ഖദ്ദാബൂൻ, വല്ലാതെ കളവ് പറയുന്നവർ. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ മുമ്പുള്ള സച്ചരിതരായ പിതാക്കന്മാരോ കേൾക്കാത്തതായ പുത്തൻ വാർത്തകളുമായി അവർ നിങ്ങളുടെ അടുക്കൽ സമീപിക്കും. ആയതുകൊണ്ട് അവരെ അണച്ചുകൂട്ടാനോ അവരെ ആലിംഗനം ചെയ്യാനോ അല്ലെങ്കിൽ അവരോട് ലോക്യത്തിന് പോവാനോ നിങ്ങൾ നിൽക്കേണ്ടതില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്. ഫയ്യാക്കും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ലാ യുദില്ലൂനക്കും വലാ യുഫ്തിനൂനക്കും, നിങ്ങളെ അവരുടെ വൈകേടിൽ അവർ അകപ്പെടുത്താതിരിക്കാനും അവരുടെ ഫിത്നയിൽ അവർ ഉൾപ്പെടുത്താതിരിക്കാനും വേണ്ടി നിങ്ങൾ ശക്തമായി അവരെ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിയുടെ നമ്മൾ പണ്ടേ കേട്ട് വന്ന ആ ആശയാദർശങ്ങൾ, നമ്മുടെ ചെറുപ്പത്തിൽ കേട്ട ആശയാദർശങ്ങൾ, ഇപ്പോൾ ഏകദേശം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 52 വയസ്സായി. ഈ 52 വയസ്സ് എനിക്ക് ആകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചെറുപ്പത്തിലെ കേട്ട് വരുന്ന കുറേ കാര്യങ്ങൾ, ഇസ്ലാമികമായ കാര്യങ്ങൾ, അത് ഒക്കെ തെറ്റാണ് എന്ന് പറയുകയും എന്നാൽ നമ്മൾ കേട്ട് വരാത്ത കുറേ കാര്യങ്ങൾ അത് ഇസ്ലാമികമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടരിലൊന്നും നമ്മൾ അകപ്പെടാതെ നാം ജീവിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.